നിയമം എല്ലാവർക്കും ഒരേപോലെ. നിയമം ഒരാഴ്ച ഞങ്ങൾ പരാതി പോലീസിന് കൊടുത്തിട്ടുണ്ട്. എന്താ നിയമവിരുദ്ധമായിട്ട് 2 കാർഡ് കൈവശം നിങ്ങൾ വെച്ചാലും ഞാൻ വെച്ചാലും നിയമവിരുദ്ധമാണ്. അതറിയോ? നിയമം അറിയോ? ഇലക്ഷന്റെ തെരഞ്ഞെടുപ്പ് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് 31-ാം വകുപ്പ് അനുസരിച്ച് 1 കൊല്ലം കഠിന തടവ് കിട്ടുന്ന ശിക്ഷയാ 2 കാർഡ് കയ്യിൽ വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഇതുപോലെ തന്നെ വ്യാജന്മാരെയൊക്കെ സംരക്ഷിക്കാനാ കേരളത്തിലെ പോലീസിന് കഴിയുള്ളൂ. നിങ്ങൾ അതന്നെയല്ലേ ADGP അവിടെ ചർച്ച നടത്തിയത്. ഞങ്ങൾ റോഡിൽ നിന്ന് പല സംസാരിക്കും. നിങ്ങൾ ഇതിനെ കേൾക്കാൻ നിൽക്കണം. നമസ്കാരം. ശക്തമായ ത്രികോണ മത്സരം നടന്ന പാലക്കാട് പോലീസും MP-യും തമ്മിൽ വാക്കേറ്റം. BJP പാലക്കാട് ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസിന് ഇരട്ട വോട്ടുണ്ട് എന്നാരോപിച്ച് 73-ാം നമ്പർ ബൂത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ സംഘടിച്ചെത്തി പ്രതിഷേധിച്ചു. ഇതിനിടയിലാണ് പോലീസുമായി MP VK ശ്രീകണ്ഠൻ കയർത്തത്. MP ഉൾപ്പെടെയുള്ളവരോട് 100 മീറ്റർ മാറി നിൽക്കാൻ പോലീസ് ആവശ്യപ്പെട്ടു. ഇതിന് പിന്നാലെയാണ് തർക്കം ആരംഭിച്ചത്. നിയമം അറിയാമെന്നും അതുണ്ടാക്കിയ ആൾക്കാരാണ് തങ്ങളെന്നും അത് പഠിപ്പിക്കാൻ നിൽക്കേണ്ട എന്നും പോലീസിനോട് MP കയർത്തു. തൊട്ടാൽ വിവരമറിയും, വേഷം തങ്ങളോട് കെട്ടേണ്ട എന്നും MP ജനപ്രതിനിധികളാണ്, ആ ബഹുമാനം വെച്ച് സംസാരിക്കണമെന്നും പോലീസിനെ ഓർമ്മിപ്പിച്ചു. ഹരിദാസ് വോട്ട് ചെയ്യാനെത്തിയാൽ ബൂത്ത് ഏജന്റ് ഒബ്ജക്ഷൻ ഉന്നയിക്കാനായിരുന്നു പദ്ധതി. എന്നാൽ 6 മണിവരെ ബൂത്തിന് പുറത്ത് തമ്പടിച്ച കോൺഗ്രസ് പ്രവർത്തകർ ഹരിദാസ് വോട്ട് ചെയ്യാൻ എത്തുന്നില്ല എന്ന് കണ്ടതോടെ പിരിഞ്ഞുപോയി. ഹരിദാസിന് പട്ടാമ്പിയിലും പാലക്കാട്ടുമായി ഇരട്ട വോട്ടുണ്ട് എന്നായിരുന്നു ആരോപണം. അതേസമയം ആരോപണം തള്ളി ഹരിദാസും രംഗത്ത് വന്നു. താൻ കുറെ കാലമായി പാലക്കാട് BJP ജില്ലാ ഓഫീസിലാണ് താമസിക്കുന്നത് എന്നും അതിനാലാണ് വോട്ട് എവിടേക്ക് മാറ്റിയത് എന്നുമായിരുന്നു ഹരിദാസിന്റെ പ്രതികരണം. എന്നെ തൊട്ട വിവരം അറിയും. അത് കയ്യിൽ വെച്ചോ. ആ വേഷം കെട്ടൊന്നും വേണ്ട. നിയമം ഞങ്ങൾക്ക് അറിയാം. ആ കളിയൊന്നും വേണ്ട. അത് പോലീസ് ആ കളി കളിക്കണ്ട. നിങ്ങൾ നാറി രാഷ്ട്രീയം കളിക്കാൻ നിൽക്കുക. നിങ്ങൾ നിയമവിരുദ്ധമായ ഒരുത്തന് ഇവിടെ പരവതാനി പിരിക്കാൻ വന്നിരിക്കുക. ഞങ്ങൾ അങ്ങനെ തള്ളി കുറഞ്ഞേക്കൊന്നും നിങ്ങളായിട്ടില്ല. ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ അവിടെ നടക്കുമ്പോ പിന്നാലെ വന്ന് നിങ്ങളാരാ? അതയാള് സംസാരിക്കണ്ട. നിങ്ങൾ ഇതിനെ സംസാരിക്കണ്ട. നിങ്ങൾ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. മാന്യമായിട്ട് സംസാരിച്ചാൽ മാന്യമായിട്ട് മര്യാദയായിട്ട് നിൽക്കണം. അതായിക്കോട്ടെ. എന്നെ തൊട്ടില്ല. എന്നെ തൊട്ട വിവരം അറിയും. അത് കയ്യിൽ വെച്ചോ. ആ വേഷം കെട്ടൊന്നും വേണ്ട. നിയമം ഞങ്ങൾക്ക് അറിയാം. നിയമം ഉണ്ടാക്കിയ ആൾക്കാരെ നിങ്ങൾ നിയമം ഞങ്ങളെ പഠിപ്പിക്കണം. അത്രേ ഉള്ളൂ. ആ മാന്യമായിട്ട് പറഞ്ഞല്ലോ. പിന്നെ എന്തിനാണോ പിന്നാലെ വരുന്നേ? ഇല്ല, ഉള്ള കാര്യം പറഞ്ഞു. പിന്നിൽ ചാനലേര് വരാം. കോൺഗ്രസ് കാണിക്കുക. നിങ്ങളെ പിന്നെ ആരെ നോക്കുന്നത്? ഞങ്ങൾ അവിടെ നിന്ന് സംസാരിച്ച് നടന്നു പോവുകയാണ്. പിന്നെ നിങ്ങൾ ഇതിനെ വെറുതെ ആവശ്യമില്ല പിന്നാലെ വരുന്നത്. വന്നത് നിങ്ങളല്ലേ? എവിടെ പോയി? പിന്നാലെ വന്നിട്ട് എന്താ ഇത് പോത്തുകളെ നയിക്കുക? അതൊന്നും വേണ്ട. ജനപ്രതിനിധികൾ ഞങ്ങൾ ബഹുമാനം വെച്ച് സംസാരിച്ചു. പിന്നെ പുറകെ വരണ്ട. അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ മുഴുവൻ മാറ്റി. അയാളല്ലാതെ ഇനി അഥവാ വരികയാണ് അയാളുടെ കൂടെ ആളുകൾ അതിന്റെ അകത്ത് കയറിയാണ്. അതിന്റെ വേറെ വകുപ്പുണ്ട്. നിയമം എല്ലാവർക്കും ഒരേപോലെ. നിയമം ഒരാഴ്ച ഞങ്ങൾ പരാതി പോലീസിന് കൊടുത്തിട്ടുണ്ട്. എന്താ നിയമവിരുദ്ധമായിട്ട് 2 കാർഡ് കൈവശം നിങ്ങൾ വെച്ചാലും ഞാൻ വെച്ചാലും നിയമവിരുദ്ധമാണ്. അതറിയോ? നിയമം അറിയോ? ഇലക്ഷന്റെ തെരഞ്ഞെടുപ്പ് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് 31-ാം വകുപ്പ് അനുസരിച്ച് 1 കൊല്ലം കഠിന തടവ് കിട്ടുന്ന ശിക്ഷയാ 2 കാർഡ് കയ്യിൽ വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഇതുപോലെ തന്നെ വ്യാജന്മാരെയൊക്കെ സംരക്ഷിക്കാനാ കേരളത്തിലെ പോലീസിന് കഴിയുള്ളൂ. നിങ്ങൾ അതന്നെയല്ലേ ADGP അവിടെ ചർച്ച നടത്തിയത്. ഞങ്ങൾ റോഡിൽ നിന്ന് പല സംസാരിക്കും. നിങ്ങൾ ഇതിനെ കേൾക്കാൻ നിൽക്കണം. ഞങ്ങൾക്ക് അതിനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്, ഭരണഘടനാപരമായിട്ടുണ്ട്. മനസ്സിലായോ? പോലീസ് 100 മീറ്റർ പുറത്ത് നിൽക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ സ്വാഭാവികമായിട്ട് അങ്ങോട്ട് നടക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് പിന്നിൽ വന്നിട്ട് പിന്നെ പേക്കൂത്ത് കാണിക്കുന്ന ഏത് പോലീസാണെങ്കിൽ സമ്മതിക്കണ പ്രശ്നമില്ല. 100 മീറ്റർ പുറത്ത് നിൽക്കണം എന്നുള്ളത് നിയമമാണ്. ആ നിയമം ഞങ്ങൾ പാലിച്ചിട്ടാ. ഒരാഴ്ച മുമ്പ് കൊടുത്താണ് പരാതി. ഈ പോലീസിന് കൊടുത്തിട്ടുണ്ട് പരാതി. ഇവിടെ നിയമവിരുദ്ധമായ പ്രവർത്തനം നടത്തുന്നവർക്ക് ഇവിടെ പച്ച പരവതാനി പിരിക്കാൻ വന്നിരിക്കുക പിണറായിയുടെ പോലീസ്. അത് കാവലിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾ നിയമാനുസൃത നടപടി എടുക്കും. നേരത്തെ ഞങ്ങൾ പറയും എവിടെയും തിരിച്ചുകൊണ്ട് 100 മീറ്റർ അപ്പുറത്ത് മാറി നിൽക്കാൻ പോലീസ് ആവശ്യപ്പെട്ടു. മാന്യമായിട്ട് ആവശ്യപ്പെട്ട ഞങ്ങൾ അംഗീകരിക്കും. മര്യാദ വിട്ട് സംസാരിച്ച ഏത് പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് വേണ്ടില്ല, വെറുതെ വിടില്ല.